മദ്യനയ അഴിമതി കേസിൽ ഇഡിയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഹർജി ഹൈക്കോടതി തള്ളിയത് നിയമവശങ്ങൾ പരിശോധിക്കാതെയാണെന്നാണ് കെജ്രിവാളിന്റെ വാദം. കസ്റ്റഡി കാലാവധി പൂർത്തിയായ കെജ്രിവാളിനെ ഇന്ന് വിചാരണ കോടതിയിൽ ഹാജരാക്കും. മദ്യനയ അഴിമതി ഗൂഢാലോചനയിലും ഹവാല ഇടപാടിലും കെജ്രിവാളിന്റെ പങ്ക് സംബന്ധിച്ച് ഇഡിക്ക് തെളിവ് ശേഖരിക്കാൻ കഴിഞ്ഞതായി നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു കെജ്രിവാളിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയത്. ഇത് ചോദ്യം ചെയ്താണ് കെജ്രിവാളിന്റെ അപ്പീൽ. പ്രതിഭാഗത്തു നിന്ന് ഇഡി മറച്ചുപിടിച്ച അവിശ്വസനീയമായ ഒരു രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഉത്തരവ്. രാഷ്ട്രീയ പാർട്ടിയെ കമ്പനിയായി പരിഗണിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി. ഇത് നിയമപരമല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കെജ്രിവാളിന്റെ അപ്പീൽ. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെയാണ് കെജ്രിവാളിനെ ഇന്ന് ദില്ലി റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുന്നത്. സന്ദർശകരെ കാണുന്നതിൽ ഇളവുകൾ തേടി കെജ്രിവാൾ വീണ്ടും അപേക്ഷ നൽകാൻ സാധ്യതയുണ്ട്. കേസിലെ മറ്റൊരു പ്രധാന പ്രതിയായ BRS നേതാവ് കെ കവിതയുടെ CBI കസ്റ്റഡി കാലാവധിയും ഇന്ന് അവസാനിക്കുകയാണ്. ഇവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി നീട്ടാൻ CBI ആവശ്യപ്പെട്ടേക്കും. റിപ്പോർട്ടർ, ദില്ലി.